എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു ബാലുണ്ടായിരുന്നു. ബാലിൻ്റെ പേര് ഹോവർഡ് കേലി എന്നായിരുന്നു. താൻ 10 വയസ്സുള്ളവനായി, പഠിക്കാൻ വകയില്ല. ഓരോ വീടുകൾ തോറും നടന്ന് പുസ്തകം വിറ്റ് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് താൻ പഠിക്കാൻ വേണ്ടി, പഠനത്തിന് വേണ്ടി തൻ്റെ കാശ് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു ദിവസം താൻ പുസ്തകമെല്ലാം വിറ്റ് തനിക്ക് ലഭിച്ചത് ഒരു ഡൈൻ, ഒരു തുച്ഛമായ ഒരു പൈസ കയ്യിലുള്ളൂ. ഒത്തിരി വിശന്നു, ഇനി നടക്കാൻ പറ്റത്തില്ല, ശക്തമായ വെയിലാണ്. അന്നേരം ഇങ്ങനെ ചിന്തിച്ചു, തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഭക്ഷണം ചോദിക്കാം. വാതിൽ മുട്ടി നല്ല സുന്ദരിയായ ഒരു സഹോദരി ഒന്ന് പുറത്തു വന്നു. നല്ല ക്ഷമയോടെ എന്താണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ താൻ ഭക്ഷണം ചോദിക്കാൻ എങ്ങനെയാ ചോദിക്കുന്ന മടി കൊണ്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന്. താൻ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടിട്ട് ആ സഹോദരി നല്ല വലിയൊരു ഗ്ലാസ് നിറച്ച് പാല് തനിക്ക് കൊടുത്തു. താൻ പാലിങ്ങനെ വളരെ ആസ്വദിച്ച് ഓരോ ഇങ്ങനെ കുടിച്ച് താൻ തീർത്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ ആ സഹോദരിയോട് താൻ ചോദിക്കുകയാണ്, ഇതിന് ഞാൻ എന്ത് വില തരണം? അങ്ങനെ പറഞ്ഞു, ഒന്നും തരണ്ട, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് നന്മ ചെയ്യുക, നന്മയിൽ നീ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. വർഷങ്ങൾ കടന്നുപോയി. ഈ ഹോവർഡ് കേലി എന്ന് പറയുന്ന ഈ ബാലൻ പഠിച്ചു, നല്ലൊരു ഡോക്ടറായി തീർന്നു. താൻ മറ്റ് പട്ടണങ്ങളിലേക്കൊക്കെ പോയി. ഒരു ദിവസം ഈ സഹോദരി പ്രായമായി, നല്ല രോഗം പിടിപെട്ടു. തന്നെ അവിടെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞത്, ഈ ആശുപത്രി ചികിത്സിക്കാൻ കഴിയത്തില്ല, സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഈ ഡോക്ടർ ഹോവർഡ് കേലി, ആ ബാലൻ പഠിച്ച് നല്ലൊരു ഡോക്ടറായി തീർന്നു. തന്നെ ഈ മാതാവിനെ നോക്കാൻ വേണ്ടി റെഫർ ചെയ്യുകയാണ്. ഈ സ്ഥലമൊക്കെ കേട്ടപ്പോൾ തനിക്കൊരു പരിചയം തോന്നിയിട്ട് പറയുക, താൻ ചിന്തിച്ചു, ഞാൻ അന്ന് ക്ഷീണിച്ചെന്നപ്പോൾ എനിക്ക് പാല് തന്ന അതേ സഹോദരി ആയിരിക്കും എന്ന് ചിന്തിച്ച് താൻ വളരെ സ്നേഹത്തോടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതേ സഹോദരിയാണ്. നല്ല പ്രായം ചെന്നിരിക്കുന്നു, വളരെ ക്രിട്ടിക്കൽ അവസ്ഥയാണ്. പക്ഷെ ഒന്നും പറയാതെ സാധാരണ രോഗികൾക്ക് കൊടുക്കുന്നതിലും അധികം പരിചരണം കൊടുത്തിട്ട് ആ മാതാവിനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഓഫീസർ ഇങ്ങനെ പറഞ്ഞു, ബില്ല് കൊടുക്കുമ്പോൾ എൻ്റെ ടേബിളിൽ വെക്കാതെ ആ ബില്ല് ആ മാതാവിന് കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തുക ബില്ലാണ്. ഈ ഹോവർഡ് കേലിയുടെ ടേബിളിൽ ബില്ല് വന്നു. താൻ താഴെ ചില അടിക്കുറിപ്പിട്ടേച്ച് കൊടുത്തോളാൻ പറഞ്ഞു. ഈ മാതാവ് ഈ ബില്ല് കയ്യിൽ വന്നപ്പോൾ തുറക്കാൻ പോലും പേടിക്കുകയാണ്. എൻ്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചാൽ ഇത് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം. പേടിച്ച് കുറേ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ വലിയ തുക ബില്ലുണ്ട്. പക്ഷെ അതിനെ താഴെ എഴുതിയിട്ടുണ്ട്, പെയ്ഡ് ത്രൂ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാല് തന്നതിൽ നിന്ന് ഈ ബില്ല് പേ ചെയ്തിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നാം ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും പെട്ടെന്നൊരു വിടുതൽ കിട്ടിയില്ല എന്നൊക്കെ ചിന്തിച്ച് ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ കൊയ്ത്ത് വരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിലേക്ക് വരുന്നത്. നമ്മൾ കാണുന്ന, അന്ന് ഞാൻ 4 കാലങ്ങളെക്കുറിച്ച് പറഞ്ഞു, 4 ഡിസ്പെൻസേഷൻ പറഞ്ഞു, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ കാണുന്നത് ഏത് പ്രശ്നത്തിനും മൂല കാരണം എന്ന് പറയുന്നത് പാപമാണ്. പാപം വരുന്നതിന് മുൻപ് ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാം ഹവ്വമാർ പാപം ചെയ്യുന്നതിന് മുൻപായി നമ്മൾ കാണുന്നു, ലോകത്തിൽ എങ്ങും ദുഃഖമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? മരണമുണ്ടായിരുന്നോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, പ്രാർത്ഥിക്കാം എന്ന് ആദാം ഭാര്യയോട് പറഞ്ഞോ? അല്ലെങ്കിൽ നമുക്ക് വസ്ത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് മുൻപ് ഇങ്ങനൊരു പ്രാർത്ഥനയെ കാണുന്നില്ല. പാപം വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം ദുരിതം കൊണ്ട് നിറഞ്ഞത്. ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നത്തിൻ്റെ എല്ലാം മൂല കാരണം എന്താണ്? പാപം. നമ്മൾ ഏത് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെന്നാലും അവരോട് നമ്മൾ പ്രാർത്ഥനാ വിഷയം ചോദിക്കുക. അവരുടെ പ്രാർത്ഥന വിഷയം എന്തായിരിക്കും? ഭർത്താവ് വിടുവിക്കപ്പെടണം, ഭാര്യ വിടുവിക്കപ്പെടണം, സൗഖ്യം ലഭിക്കണം, മക്കളുടെ ഉയർച്ച, മക്കളുടെ വിടുതൽ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വേണം,
കടഭാരം മാറണം, രോഗം മാറണം. ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് എല്ലാവർക്കും പ്രാർത്ഥനാ വിഷയം. ശരിയല്ലേ? ശരിയാണോ? ഹല്ലേലൂയ. പക്ഷെ യേശു കർത്താവ് ഇതിന് എല്ലാം മറുപടി തന്ന് കഴിഞ്ഞിരിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്നത് കൃപായുഗത്തിലാണ്. കർത്താവ് തൻ്റെ ഹൃദയമാണ് നമ്മളോട് ബൈബിളിൽ കൂടി അറിയിക്കുന്നത്. ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞ, ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുന്നില്ല, ന്യായം വിധിക്കുന്നില്ല. ചിലർ പറയുന്നു ദൈവം നിന്നെ അടിക്കും, ദൈവം നിന്നെ ന്യായം വിധിക്കും, ദൈവം നിന്റെ കൈ അടിക്കും, നിന്റെ കാൽ തല്ലി ഓടിക്കും. ഇല്ല, ദൈവം സ്നേഹമാണ്. കൈയുയർത്തി പറഞ്ഞ, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിയാണ്. മനുഷ്യൻ്റെ നീതികെട്ട പ്രവൃത്തികളാണ് മനുഷ്യൻ്റെ മേൽ ന്യായവിധി കൊണ്ടുവരുന്നത്. ദൈവം ഒരിക്കലും ആരെയും ന്യായം വിധിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, യേശു ക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു. എന്നാൽ മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണത്തിൽ ദൈവം പല യാഗങ്ങൾ വെച്ചിരുന്നു. ബൈബിളിൽ നമുക്ക് പല യാഗങ്ങൾ കാണാൻ കഴിയും. പല യാഗങ്ങളില്ലേ? കയീനും ഹാബേലും അർപ്പിച്ച യാഗം, അബ്രഹാമിൻ്റെ യാഗം, പിന്നെ ഇസഹാക്കിൻ്റെ യാഗം, യാക്കോബിൻ്റെ യാഗം, നോഹയുടെ യാഗം, ഇഷ്ടം പോലെ ശിംശോൻ്റെ യാഗം, ദാവീദിൻ്റെ യാഗം, ശലോമോൻ്റെ യാഗം. പക്ഷെ ബൈബിളിൽ ആദ്യം കാണുന്ന യാഗം ഏതാണ്? പറയാമോ? ആദ്യത്തെ യാഗം ഞാൻ തന്നെ പറയാം. യഹോവയായ ദൈവമാണ് ആദ്യത്തെ യാഗം അർപ്പിച്ചത്. നമുക്ക് ചേർന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം 21-ാം വാക്യം. എല്ലാം ബൈബിളും തുറന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഹവ്വയ്ക്കും ആദാമിനും എന്ത് ചെയ്തു? തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അതിന് തോൽ വേണമെങ്കിൽ എന്ത് വേണം? ഒരു മൃഗം അവിടെ അറുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ യാഗം അർപ്പിച്ചതാരാണ്? യഹോവയായ ദൈവമാണ്. അവസാനത്തെ യാഗം അർപ്പിച്ചതാരാണ്? അതും യഹോവയായ ദൈവം തന്നെയാണ്. താൻ സാക്ഷാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. യേശു ക്രിസ്തുവായി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു. മനുഷ്യനായി മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായിട്ട് യാഗവസ്തുവായി മാറിയ അവസാനത്തെ യാഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. നമ്മൾ പല യാഗങ്ങളെ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ 5 യാഗങ്ങളെ കാണുന്നുണ്ട്. എങ്ങനെയാണ് പഴയ നിയമത്തിലെ യാഗം പുതിയ നിയമത്തിലെ വിശ്വാസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്നൊരു സന്ദേശമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ എത്ര പരിഹരിക്കപ്പെടാത്ത വിഷയമുണ്ടോ അത് ഇന്ന് പരിഹരിക്കപ്പെടുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എത്ര വിടുതലില്ലാത്ത വിഷയമാണോ ഇന്നത്തെ പകൽ നിങ്ങൾ അതിൻ്റെ മേൽ വിടുതൽ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ഇത്രയും ഉറപ്പോടെ എങ്ങനെയാ പറയാൻ കഴിയുന്നത്? ഈ സന്ദേശം കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾക്കത് ഉറപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ഏത് പാപമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ അത് പരിഹരിക്കപ്പെട്ടിരിക്കും. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 7-ാം അധ്യായം വരെ, 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് 5 യാഗങ്ങളാണ്. ഈ യാഗങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ കുറേ മോട്ടീവ്സ്, അതിൻ്റെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഇറ്റ് റിലീസസ് പവർ, അത് ശക്തി തുറന്നു വിടുന്നതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇറ്റ് ബ്രേക്സ് ആൻഡ് അവേർട്സ് കർസ്. ഏതെല്ലാം ശാപമുണ്ടോ ആ ശാപത്തെ മാറ്റുവാൻ, നിങ്ങളെ അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈ യാഗത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നോഹയുടെ സമയത്ത് നമുക്കറിയാം പാപം പെരുകി ദൈവം ഭൂമിയെ നശിപ്പിച്ചു, ജലപ്രളയത്താൽ നശിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് തീ വീണ്ടും താൻ ആ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം യാഗം അർപ്പിക്കാൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം മുതലാണ്, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ സൗരഭ്യ വാസനയിൽ കൂടി ദൈവം ഇറങ്ങി വന്നിട്ട് ഭൂമിക്ക് പുതിയൊരു ഉടമ്പടി കൊടുക്കുകയാണ്. ഇനി മേലാൽ ജലപ്രളയത്താൽ ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കത്തില്ല. ഇത്രത്തോളം നാശം ഈ ഭൂമിയിൽ വിതച്ചെങ്കിൽ ആ നാശത്തെ അനുഗ്രഹത്തിലേക്ക് മാറ്റുവാൻ ഒരു യാഗത്തിന് കഴിയും. എത്ര പേർക്ക് മനസ്സിലായവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. It brings you to the covenant.
ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് യാഗം. യാഗം എന്ന് പറഞ്ഞാൽ ദൈവിക ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. സങ്കീർത്തനങ്ങൾ 50:5-6. ഇറ്റ് റിലീസസ് സ്ട്രോങ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പകരുന്നതാണ്. Hallelujah. It enables you to swear blessings. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിന്റെ മേൽ കൊണ്ടുവരുന്നതാണ്. ഉൽപ്പത്തി 22:15-18 വരെ അബ്രഹാം യാഗം കഴിക്കുമ്പോൾ അതിനുശേഷം തനിക്ക് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ആ വാഗ്ദത്തത്തിന് ഇന്നും നമ്മൾ ഓഹരിക്കാരാണ്. ഹല്ലേലൂയ. ഒരു യാഗത്തിൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ദൈവം തുറന്നുവിടും. ഇറ്റ് സ്റ്റോപ്സ് പ്ലേഗ്സ്. ആവശ്യമില്ലാത്ത രോഗവ്യാധികളുണ്ടോ, യാഗത്തിന് ആ വ്യാധികളെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ഇതിനെല്ലാം റെഫറൻസസ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ പിന്നീട് തരാം, ഞാൻ സമയം കളയുന്നില്ല. ഇറ്റ് ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിഫെൻസ്. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഇത് പകരുന്നതാണ്. ഇറ്റ് ഓപ്പൺസ് ഡിവൈൻ സീക്രട്ട്. ദൈവികമായ രഹസ്യങ്ങളെ തുറന്നു തരുന്നതാണ്. ഇറ്റ് ഓപ്പൺസ് ഡിവൈൻ ഹെൽത്ത്. ആരോഗ്യമില്ലയോ, നിങ്ങൾക്ക് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ, ദൈവിക ആരോഗ്യം യാഗത്തിൽ കൂടെ തുറക്കപ്പെടുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലം എന്താണ്? എല്ലാം അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. 5 യാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ യാഗമാണ് ബേൺട്ട് ഓഫറിംഗ്, ഹോമയാഗം. ഹോമയാഗം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് അവിടെ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ, നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ അതിന് 3 ഭാഗങ്ങളാണ്. ആദ്യമാണ് കോർട്ട്യാർഡ്, രണ്ടാമത്തെയാണ് ഹോളി പ്ലേസ്, മൂന്നാമത്തെ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിലാണ് ഈ ജനം മുഴുവനും വന്നിരിക്കുന്നത്. ജനം വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അവരുടെ പ്രാപ്തി പോലെ, ഒന്നിൽ ആടായിരിക്കാം, മാടായിരിക്കാം, അല്ലെങ്കിൽ പക്ഷികളായിരിക്കാം, അവരുടെ പ്രാപ്തി പോലെ ഒരു യാഗവസ്തുവിനെ കൊണ്ടുവരികയാണ്. യാഗവസ്തുവിൽ യാതൊരു കളങ്കവും പാടില്ല. അങ്ങനെ യാഗവസ്തുവിനെ കൊണ്ടുവന്നിട്ട് അവിടെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ നിന്നുകൊണ്ടാണ് യാഗം അർപ്പിക്കുന്നത്. പുരോഹിതന്മാർക്ക് ഇരിക്കുവാൻ അവകാശമില്ല. ഈ ജനത്തിന് കാണാം പുരോഹിതന്മാർ അവിടെ നിന്നോട് യാഗം അർപ്പിക്കുന്നത്. എന്നാൽ യേശു യാഗം അർപ്പിച്ചപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് യാഗം അർപ്പിച്ചു, താൻ ദൈവസന്നിധിയിൽ ഇരുന്നു. ഇനി പുരോഹിതന്മാർ നിൽക്കുകയല്ല, പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ ഇരുന്നു. അതിനർത്ഥം ഇതാണ്, യേശു ഇരുന്നു. ആ വലത് ഭാഗത്ത് നമുക്കും ഒരു സീറ്റ് തന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ഹോമയാഗം. അതെന്തിനാണ്? പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ടെ. നോഹ യാഗം അർപ്പിച്ചപ്പോൾ സൗരഭ്യവാസനയിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് ഞാൻ പറയുകയാണ്. യേശു എങ്ങനെയാണ് നമുക്ക് വേണ്ടി യാഗമർപ്പിച്ചത്? എഫേസ്യർ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഞാൻ പറഞ്ഞത്, യാഗം അർപ്പിക്കുമ്പോൾ അതിലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, അതിലൊരു സൗരഭ്യവാസനയുണ്ട്. ആ സൗരഭ്യവാസനയിൽ ദൈവം ഇറങ്ങി വന്നാൽ അതിന് അർത്ഥം ഇതാണ്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു അതുപോലെ നമുക്ക് വേണ്ടി പാപവസ്തുവായി, പാപയാഗമായി. യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. സകല മാനവരാശിയുടെ പാപത്തെ ചുമന്നുകൊണ്ട്, നിങ്ങളുടെ എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്ന തൻ്റെ യാഗത്തിൻ്റെ സൗരഭ്യവാസനയിൽ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. രണ്ടാമത്തെയാണ് ഗ്രെയിൻ ഓഫറിംഗ്. രണ്ടാമത്തെ നമ്മൾ കാണുന്നത് ഭോജനയാഗം. ഹല്ലേലൂയ. നമ്മൾ ഇത് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ പറയുന്നത്, നേരിയ മാവും ഒലിവെണ്ണയും അതുപോലെ കുന്തുരുക്കം, ഇത് 3 എന്ത് ചെയ്യണം? യാഗവസ്തുവിൻ്റെ മേൽ വെക്കണം, യാഗപീഠത്തിന്മേൽ വെക്കണം.
അതിൽ നിന്ന് വരുന്ന സൗരഭ്യവാസനയിൽ ദൈവം അവരെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണത്തിന് ഒരു ക്ഷാമം അനുഭവിക്കുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ഭോജനയാഗം അർപ്പിക്കണം. രണ്ടാമത്തെ ഓഫറിങ് എന്താണ്? ഗ്രെയിൻ ഓഫറിങ്, ഭോജനയാഗം. ഹല്ലേലൂയ. യേശു എങ്ങനെ ഇത് നിവർത്തിച്ചത്? യേശു 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം തനിക്ക് വിശന്നു. ചേർന്ന് പറഞ്ഞ, തനിക്ക് വിശന്നു. ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് മുൻപിൽ ശത്രു നിങ്ങളെ പരീക്ഷിക്കാൻ വരും. ഹല്ലേലൂയ. യേശു എങ്ങനെ അതിന് പരിഹാരമായി തീർന്നത്? യേശു പറയുകയാണ്, ഈ കല്ലുകൾ അപ്പമായി തീരേണ്ട കാര്യമില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം കാണത്തില്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ അടുത്ത നിമിഷത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള സാമ്പത്തികം കാണത്തില്ലായിരിക്കാം, മക്കളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം കാണത്തില്ലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ദൈവം തരുന്നത് ഒരു വചനമായിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഒരു വചനമായിരിക്കും കർത്താവ് നിങ്ങളുടെ ആവശ്യത്തിന് തരുന്നത്. ആ വചനത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റുവാനുള്ള സകല പ്രാപ്തിയും ആ വചനത്തിന് ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തിന് നിങ്ങളുടെ ആവശ്യമായി മാറുവാനുള്ള ശക്തിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, എത്ര വലിയ ആവശ്യമായാലും ഭാരപ്പെടരുത്. കർത്താവ് അതിന് വേണ്ടിയുള്ള വചനം നിങ്ങളുടെ പക്കൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റുവാനുള്ള ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി വിവരിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ അത് വിവരിക്കുന്നില്ല. എപ്പോഴേലും ഒരു സെമിനാറിനോ ഒരു ക്ലാസ്സിനോ ഫാസ്റ്റിംഗ് പേരിനോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കാം. അടുത്തതാണ് പീസ് ഓഫറിങ്. മൂന്നാമത്തേതാണ് സമാധാനയാഗം. ചേർന്ന് പറഞ്ഞ്, സമാധാനയാഗം. മനുഷ്യൻ എപ്പോഴാണ് പാപം ചെയ്യുന്നത്? ദൈവത്തെ വേണ്ടാന്ന് പറഞ്ഞ് ആരും പാപം ചെയ്യത്തില്ല. ചെയ്യുമോ? ആരും ചെയ്യത്തില്ല. എല്ലാവർക്കും ദൈവത്തെ വേണം. പക്ഷെ എപ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? ദൈവത്തെ മറന്നു പോകുമ്പോഴാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ സ്വയമേ അങ്ങ് ചെയ്യുകയാണ്, അവർ ദൈവത്തെ മറന്നു പോകുകയാണ്. ആ സമയത്താണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്. അതാണ് സമാധാനയാഗം. ചേർന്ന് പറഞ്ഞ്, സമാധാനയാഗം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യോഹന്നാൻ 6:63 യേശു എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ, നിങ്ങൾക്ക് ഒന്നിനും ക്ഷാമം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കൊന്നിനും ഞെരുക്കം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. മൂന്നാമത് ഞാൻ പറഞ്ഞത് പീസ് ഓഫറിങ്, സമാധാനയാഗം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78 79 വാക്യം. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചിട്ട് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണയിൽ ഉയരത്തിൽ നിന്നും ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ആമേൻ. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യർ 2:13. ഉയരത്തിൽ നിന്ന് സമാധാനം നമുക്ക് തന്നിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് നിങ്ങൾ ബൈബിൾ നോക്കുമ്പോൾ തന്നെ പറഞ്ഞോ, സമാധാനം തന്നിരിക്കുകയാണ്. എഫേസ്യർ 2:13-14. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ കൂടെ അവൻ നമ്മുടെ സമാധാനം. എന്റെ കൂടെ പറഞ്ഞേ, അവൻ നമ്മുടെ സമാധാനം. ശബ്ദം ഉയർത്തിയൊന്ന് പറഞ്ഞേ, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുംചുവർ
ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഓരോ പുതു മനുഷ്യനാക്കി തന്നിൽ ഓരോരുത്തരെയും എന്താക്കി? പുതിയ മനുഷ്യനാക്കി തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളും ദൈവവുമായിട്ട് തമ്മിൽ ഭയങ്കര ഒരു അകലമായിരുന്നു. ദൈവം അതിപരിശുദ്ധനാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ആ നടും ചുവൻ അങ്ങോട്ട് ഇട്ടിച്ച് കളഞ്ഞിട്ട് യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് അതിൻ്റെ നടുവിൽ പാലം ഒരുക്കിയിട്ട് കർത്താവ് നിങ്ങളെയും എന്നെയും ദൈവത്തോട് നിരപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ തൻ്റെ ഇടം. യേശു എൻ്റെ സമാധാനം. ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം എന്ന് പറയുവീൻ. ആ ഭവനത്തിൽ സമാധാനം സ്വീകരിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ ആ സമാധാനം ആ പുരുഷന് മേൽ പോകും. ഇല്ല എങ്കിൽ കാലിലെ പൊടി തട്ടിക്കളയുക, ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. മനസ്സിലായോ ധൈര്യം എന്താണെന്ന്? യേശു സമാധാനമാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ഏത് സമാധാനമില്ലാത്ത വീട്ടിൽ പോയി പറയാം, ഈ ഭവനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് അതുപോലെ ഉണ്ടായിരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 4-ാമത്തെ യാഗമാണ് സിൻ ഓഫറിംഗ്, പാപയാഗം. ദൈവത്തോട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് എന്ത്? പാപയാഗം. 5-ാമത്തെ യാഗം എന്താണ്? അകൃത്യയാഗം. ഹല്ലേലൂയ. ട്രെസ്പാസ് ഓഫറിംഗ്. 5-ാമത്തെ യാഗം എന്താണ്? അകൃത്യയാഗം. അകൃത്യയാഗം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നത് പാപം, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നത് പാപം. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എത്രയോ ദിവസങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ് സഭായോഗത്തിൻ്റെ പുറകെ പോകാറുണ്ട്. എത്രയോ ദിവസം മരണമെന്ന് പറഞ്ഞ് പോകാറുണ്ട്. എത്രയോ ദിവസം ട്യൂഷൻ എന്ന് പറഞ്ഞ് പോകാറുണ്ട്. ഓരോ പാപത്തിന് ഓരോ യാഗം അർപ്പിച്ചോണം. ഒരു കള്ളം പറഞ്ഞാൽ ഒരു യാഗം അർപ്പിച്ചോണം. എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ ഒരു യാഗം അർപ്പിച്ചോണം. ഇതാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ കർത്താവ് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഇത്രയും എല്ലാ യാഗങ്ങളെയും പൂർത്തീകരിച്ചിട്ട് യേശു നിങ്ങൾക്ക് യാഗമായി തീർന്നിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നിസ്സാരമല്ല. നിങ്ങൾ യേശുവിനെ ഞാൻ രക്ഷകനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സകല സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും മുഴങ്കാൽ മടങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ന്യായപ്രമാണം മുഴുവനും യേശു അനുസരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിങ്കിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല. അത് നിങ്ങളുടെ രോഗമായിക്കോട്ടെ, നിങ്ങളുടെ മകൻ്റെ പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ ജോലി ഇല്ലായ്മ ആയിക്കോട്ടെ, നിങ്ങളുടെ കടമായിക്കോട്ടെ, നിങ്ങളുടെ സമാധാനമില്ലായ്മ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ സകലതും മുട്ടുമടക്കിയിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കൈകളെ തട്ടി കത്താനൊന്ന് ആരാധിച്ചാട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിങ്കൽ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, നമ്മൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഇത്രയും യാഗം നമ്മൾ അർപ്പിക്കണമായിരുന്നു. പഴയ നിയമം ഇത്രയും കഠിനമായിരുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് സകലതും പരിഹരിച്ചിട്ട് സകലതും അനുസരിച്ചിട്ട് നിങ്ങൾ കർത്താവ് യേശുവിനെ എൻ്റെ രക്ഷകനെ നിങ്ങൾ പറയുമ്പോൾ ഏതെല്ലാം ശക്തികൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളോട് വാദിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം പിടികളും നിങ്ങളെ വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ. യേശു മരണം ആസ്വദിക്കുകയായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും കഷ്ടതകളൊക്കെ ഏറ്റല്ലോ, യേശു കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ എന്നൊക്കെ നിങ്ങൾ യേശു പ്രാർത്ഥിച്ചത് എന്താണ്? യേശു എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയാമോ? സകല ലോകത്തിൻ്റെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ എന്ത് ചെയ്യണം? ആടിനെ അറുക്കണം. അവിടെ 2 ആടെടുക്കും. ഒരു ആടിൻ്റെ മേൽ ആടിൻ്റെ തലയിൽ എന്ത് ചെയ്യും? പാപത്തെ അവൻ ഏറ്റുപറയും. മറ്റൊരു ആടിനെ മരുഭൂമിയിലേക്ക് വിടും. ആദ്യത്തെ ആടിനെ മേൽ തലയിൽ കൈവച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് റെമിഷൻ ഓഫ് സിൻ. എൻ്റെ പാപങ്ങൾ ഞാൻ ആ ആടിനെ മേൽ ചുമത്തുകയാണ്. ആട് പാപം ചെയ്തിട്ടാണോ?
ആടിന് എന്തെങ്കിലും അറിയാമോ? അറിയോ? നിങ്ങൾ ചെയ്ത പാപം, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, മോഷ്ടിച്ചു, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളുടെ കൊലപാതകം ചെയ്തു, ഒരാളുടെ അപഹരിച്ചു, ഒരാളുടെ എന്തെങ്കിലും ഒരു അപമാനം വരുത്തി, ആ ആടിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പാപത്തെ ഏറ്റുപറയുന്നു, ഞാൻ ഇനി ചെയ്യത്തില്ല. ആ ആടിന് എന്തെങ്കിലും അറിയാമോ? ഹല്ലേലൂയ. എന്നിട്ട് ഈ പാപം ചെയ്യുന്നവൻ വേണം ഈ ആടിനെ അറക്കുവാൻ. അത്രത്തോളം കഠിനമായിരുന്നു. അല്ലാതെ പുരോഹിതനല്ല അറക്കുന്നത്, പാപം ചെയ്യുന്നവൻ അറക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതുപോലെ പാപം ചെയ്യാത്ത യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി നിങ്ങൾ ചെയ്ത പാപത്തെ യേശുവിൻ്റെ മേൽ ചുമത്തിയിട്ട് സ്വർഗം പറയുകയാണ്, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ ക്രൂശിന്മേൽ അവസാനത്തുള്ളി രക്തം ചൊരിയുന്നത് വരെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ എത്ര അതികഠിനമായ പാപങ്ങളാണെങ്കിലും, നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ അത് മുട്ട് മടക്കിയിരിക്കും. ഹല്ലേലൂയ. യേശു വില കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കൈയുയർത്തി പറഞ്ഞ്, യേശു വില കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വിഷയത്തിന് പരിഹാരമാണെന്ന് പറ. കൈയുയർത്തി പറ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എത്ര വലിയ വിഷയമാണോ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ നിമിഷമാണ്. അതിൻ്റെ എക്സ്പയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ശത്രുവിൻ്റെ പിടികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പൊട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായർ 2:9 നമ്മൾ ഇങ്ങനെ കാണുന്നത്, അവൻ മരണം ആസ്വദിച്ചു. എന്തെങ്കിലും രോഗത്തിനോ എന്തെങ്കിലും പോയിട്ട് നിങ്ങൾ കഷായം മേടിച്ചു കുടിച്ചാൽ ആസ്വദിച്ചു കുടിക്കോ? എന്തോ രുചിയല്ലേ, അങ്ങനെയാന്ന് കുടിക്കുന്നത്, ഇങ്ങനെ തീർത്താൽ മതി. പക്ഷെ ജ്യൂസ് കുടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോഴോ, നല്ല കോഫി കുടിക്കുമ്പോഴോ എങ്ങനെയാ? ഓരോ സിപ്പ് ആസ്വദിച്ചാണ് കുടിക്കുന്നത്. അതുപോലെ യേശു നിങ്ങളെയും എന്നെയും ഈ നിത്യതയിൽ കണ്ടിട്ട് യേശു മരണം ആസ്വദിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പിന്നെ യേശു എന്തിനാണ് പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. നിങ്ങളുടെയും എൻ്റെ പാപത്തെ ആ കുഞ്ഞാടിൻ്റെ മേൽ, നിഷ്കളങ്കമായ നിർദോഷമായ കുഞ്ഞാടിൻ്റെ മേൽ അർപ്പിച്ചപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഹല്ലേലൂയ. എബ്രായർ 12:2 നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം അവൻ നോക്കിക്കൊണ്ട് അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. എത്രയെല്ലാം നിങ്ങളുടെ മുൻപിൽ പ്രശ്നം വന്നാലും നിങ്ങൾ ഇത് നോക്കി മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, ക്രൂശിൽ കർത്താവ് ജയം തന്നു എന്ന് നോക്കി നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ ഒന്നിനും ഈ ഭൂമിയിൽ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എത്ര പേരെ ഉള്ളിൽ ഈ സന്ദേശം കടക്കുന്നുണ്ട്? കർത്താവ് യാഗം കഴിച്ചിട്ട്, യാഗം കഴിച്ചോ? ഇനി നമ്മൾ യാഗം കഴിക്കണോ? കർത്താവ് യേശുക്രിസ്തു എല്ലാ യാഗവും അർപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? എല്ലാ ബൈബിളും തുറന്ന് എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ പെട്ടെന്ന് എടുത്താട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 15ഉം 16ഉം വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അടുത്ത വാക്യം. കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. എബ്രായർ 13:15ഉം 16 എല്ലാ ബൈബിളും തുറന്നേ. സഭ എല്ലാവരും ഒരാൾ പോലും വിടാതെ നിങ്ങൾ ശബ്ദം ഉയർത്തി വായിക്കണം. വായിച്ചാട്ടെ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം
നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയുമ്പോൾ ഒരു യാഗം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമം ഞാൻ ആദ്യമേ പറഞ്ഞു, 5 യാഗങ്ങൾ എന്ത് കഠിനമായിരുന്നു. നിങ്ങൾ വളരെ നിസ്സാരമായിട്ടുണ്ട് സ്തോത്രം പറയുന്നത്. പക്ഷെ ഒരു സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ യാഗം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇടവിടാതെ യാഗം അർപ്പിക്കണം. ഇടവിടാതെ ഒരു ദിവസം 1000 സ്തോത്രം, ഒരു 10,000 സ്തോത്രം, ഒരു 15,000 സ്തോത്രം നിങ്ങൾ യാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം യാഗം അർപ്പിക്കുമോ അത്രത്തോളം സൗരഭ്യവാസന ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അത്രത്തോളം വിടുതൽ ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് സ്തോത്രം എന്ന യാഗം? ഹല്ലേലൂയയുടെ 3 യാഗം പറയുന്നുണ്ട്. രണ്ടാമത്തെ യാഗം എന്താണ്? നന്മ ചെയ്യുവാൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നന്മ ചെയ്യുക, അത് യാഗമാണെന്ന് പറ. ഹല്ലേലൂയ. നന്മ ചെയ്യുക. മൂന്നാമത്തെ യാഗം എന്താണ്? കൂട്ടായ്മ കാണിക്കുക. സിസ്റ്ററെ ഒരു മീറ്റിംഗ് കൊണ്ട് വരണം. എനിക്ക് കല്യാണത്തിന് പോകണം. ബ്രദറെ ഒരു മീറ്റിംഗ് കൊണ്ട് വരണം. എനിക്ക് അവിടെ പോകണം, ഈ ഓഫീസിൽ പോകണം. കൂട്ടായ്മ എത്രത്തോളം കാണിക്കുമോ അത്രത്തോളം നിങ്ങൾ യാഗം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്? യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ നിയമ വിശ്വാസിയുടെ യാഗം എന്താണ്? ഇടവിടാതെ സ്തോത്രം പറയുക. ഇടവിടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശപിക്കാൻ സമയം കിട്ടുമോ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചീത്ത പറയാൻ സമയം കിട്ടുമോ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ വഴക്കുണ്ടാക്കാൻ സമയം കിട്ടുമോ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറ്റം പറയാൻ സമയം കിട്ടുമോ? സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ, യാഗം അർപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം അതിശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ പറയും, കർത്താവേ എൻ്റെ ജീവിതം ഞാനൊരു യാഗമായി സമർപ്പിക്കുകയാണ്? എത്ര പേർ പറയും ഹല്ലേലൂയ, കർത്താവേ എൻ്റെ ജീവിതം ഒരു യാഗമായി സമർപ്പിക്കുകയാണ്? ഹല്ലേലൂയ. കർത്താവ് 5 യാഗങ്ങളും ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന 5 യാഗങ്ങളും നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു വാക്കുപോലും മറുത്തു പറയാതെ, ഒരു വാക്കുപോലും പരാതി പറയാതെ തൻ മരണം ആസ്വദിച്ചിട്ട് കർത്താവ് പറയുകയാണ്, സകലതും നിവർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ എത്ര കഠിനമായ വിഷയമാണെങ്കിലും ഞാൻ ഈ സന്ദേശം കൈമാറുന്ന ഈ സമയം അത് വിടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇടവിടാതെ, അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ് ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇടവിടാതെ. ഹല്ലേലൂയ. നിങ്ങൾ പറയും, സിസ്റ്ററെ എനിക്ക് സ്തോത്രം പറയാൻ ഒന്നുമില്ല, തകർച്ചയുള്ളൂ. കർത്താവ് നടത്തിയതിനായിട്ട് ഒക്കെ ഒന്ന് സ്തോത്രം പറ. വിടുതലില്ലെങ്കിലും ഒന്ന് സ്തോത്രം പറഞ്ഞ് നോക്കിക്കേ. ഒരു ദിവസം ഒന്ന് സ്തോത്രം പറഞ്ഞ് നോക്കിക്കേ. നീ ദൈവത്തിന്റെ അത്ഭുതം കാണാതിരിക്കത്തില്ല. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാൻ അവനൊരു മനുഷ്യനല്ല, ഒരു മനുഷ്യപുത്രനുമല്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരിക്കലും വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, ഞാൻ സാക്ഷാൽ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാ സ്തോത്രം പറയേണ്ടത്? അടുത്തിരിക്കുന്നവരോട് വീണ്ടും പറഞ്ഞ് ഇടവിടാതെ സ്തോത്രം ചെയ്യുക. ഇടവിടാതെ സ്തോത്രം ചെയ്യുക. ഇടവിടാതെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നന്മ ചെയ്യുക. പറഞ്ഞോ, കൈ കൊടുത്തോണ്ട് പറഞ്ഞോ, നന്മ ചെയ്യുക. കൂട്ടായ്മ കാണിക്കുക. ഒരു കൂട്ടായ്മയ്ക്ക് എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ കയറി നിന്നോണം. നിങ്ങൾ ചെയ്യുന്നത് യാഗമാണ്. ഒരു കൂട്ടായ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്തോണം. നിങ്ങൾ ചെയ്യുന്നത് ഒരു യാഗം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സിസ്റ്ററെ പറയാൻ ഞങ്ങൾക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾ വിട്ടിട്ട് കർത്താവെ നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളെ ജീവനോട് ഇതുവരെ സൂക്ഷിച്ചതിന് നന്ദി പറയാൻ പറ്റുമോ? ആരോഗ്യമുള്ള ശരീരം തന്നതിന് നന്ദി പറയാൻ പറ്റുമോ? ആരോഗ്യമുള്ള മക്കളെ തന്നതിന് നന്ദി പറയാൻ പറ്റുമോ? ആരോഗ്യമുള്ള കുടുംബജീവിതം തന്നതിന് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇല്ലാത്തതിന് നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി നടപ്പാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ഇന്ന് എന്തൊക്കെയോ കൈമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആത്മമണ്ഡലത്തിൽ കർത്താവ് പറയുകയാണ്, എല്ലാ യാഗവും ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നീ ഒന്നും ചെയ്യാനില്ല. അടുത്തിരിക്കുന്ന പറഞ്ഞു, ഇനി നീ ഒന്നും ചെയ്യാനില്ല, കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? ഇടവിടാതെ സ്തോത്രം പറയണം. പറഞ്ഞ ഇടവിടാതെ സ്തോത്രം പറയണം, ഇടവിടാതെ സ്തോത്രം പറയണം, ഇടവിടാതെ സ്തോത്രം പറയണം. പറഞ്ഞോ ഹല്ലേലൂയ. എത്രത്തോളം സ്തോത്രം പറയാമോ? 1000 സ്തോത്രം, 10,000 സ്തോത്രം, 1,00,000 സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എത്ര യാഗം അർപ്പിക്കുന്നു? അനവധി യാഗം അർപ്പിച്ചാൽ അനവധി അനുഗ്രഹം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ യാഗത്തിൽ സൗരഭ്യവാസന ഉയർന്ന് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിടുതലിനെ തടയുവാൻ നിങ്ങളുടെ അയൽവക്കത്തെ ഒരു വ്യക്തിക്കും നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തിക്കും ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സ്തോത്രത്തിന് മേൽ സ്വർഗം ഇറങ്ങാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ സ്തോത്രത്തിന് മേൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിടുതലില്ലാത്ത വിഷയങ്ങളെല്ലാം എഴുതി വെച്ചുകൊണ്ട് ഇടവിടാതെ ഒന്ന് സ്തോത്രം ചെയ്ത്, ഇടവിടാതെ ഒന്ന് സ്തോത്രം ചെയ്ത്, ഇടവിടാതെ. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കാണ്, എന്താണ് നിനക്ക് വേണ്ടത്? എല്ലാ യാഗവും ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു. കൈയുയർത്തി പറ, എല്ലാ യാഗവും കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞു. എല്ലാ യാഗവും എനിക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ ഒന്നുമില്ല, ഞാൻ ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, ഇടവിടാതെ സ്തോത്രം പറയണം, ഇടവിടാതെ സ്തോത്രം പറയണം. നന്മ ചെയ്യണം, നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം. ഹല്ലേലൂയ. എല്ലാ കൈകളും ഉയർത്തി ശബ്ദം എടുത്തുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യാമോ? കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്